ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്യൂ, മെസ്സിയുടെ പോയിന്റിംഗ് ടു സ്കൈ, എംബാപ്പയുടെ ആംസ്, സാമ്പ ചുവടുകൾ, ഗ്ലാഡിയേറ്റർ. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഐക്കോണിക്കായ ഒരുപാട് ഗോൾ സെലിബ്രേഷനുകളുണ്ട്. ഒപ്പം വ്യത്യസ്തമായ നിരവധി സെലിബ്രേഷനുകളും. ISL ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയ ഫിക്രുവിൻ്റെ അക്രോബാറ്റിക് സെലിബ്രേഷൻ മുതൽ ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ച അനവധി ഗോളാഘോഷങ്ങൾക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് വേദിയായിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിലെ ചില ഗോൾ സെലിബ്രേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗോളടിച്ചാൽ കൈകൾ ഉയർത്തി ആരാധകർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ഹ്യൂമേട്ടൻ്റെ ഗോളാഘോഷങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല. മഞ്ഞപ്പടയുടെ പ്രിയ താരവും ഇപ്പോൾ കാലിക്കറ്റ് FC താരവുമായ ബെൽഫോർട്ടിൻ്റെ ത്രോട്ട് കട്ടിംഗ് സെലിബ്രേഷൻ ആ സീസണിൽ പ്രശസ്തമായിരുന്നു. ജംഷഡ്പൂരിനെതിരെ ഗോൾ നേടിയ ശേഷം 2019-20 സീസണിൽ മെസ്സി ബോളിയുടെ ഡാൻസിംഗ് സെലിബ്രേഷൻ, ദിമിയുടെ പവർ പാക്ട് സെലിബ്രേഷൻ, സീപ്പോവിച്ചിൻ്റെ പുഷ്പ സെലിബ്രേഷൻ ഒക്കെ ആരാധകർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഗോൾ നേട്ടം അകാലത്തിൽ പൊലിഞ്ഞ തൻ്റെ മകൾക്ക് സമർപ്പിച്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം മജീഷ്യൻ ലൂണയുടെ ഗോളാഘോഷം ആരാധകരുടെ ഹൃദയത്തെ തൊട്ടിരുന്നു. നമ്മുടെ വൈസ് ക്യാപ്റ്റൻ മിലോസിൻ്റെ കോക്കനട്ട് സെലിബ്രേഷനും ലൂണയുടെ തന്നെ ഡക്ക് ഡാൻസും തൻ്റെ ട്രേഡ് മാർക്ക് നോ ലുക്ക് ഗോളിന് ശേഷമുള്ള പെപ്രയുടെ ഡാൻസിങ് സെലിബ്രേഷനും ഒക്കെ നമ്മളെ രസം പിടിപ്പിച്ചവയാണ്. ഗോൾ മഴയ്ക്ക് തുടക്കമിട്ട് ആരാധകരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അവരുടെ ആരവത്തിന് കാതോർക്കുന്ന നോവയുടെ സെലിബ്രേഷൻ കൊച്ചിയെ ഇളക്കി മറിച്ചു. ഇഞ്ചുറി പറ്റിയോ എന്ന് ചിലരെയെങ്കിലും ആശങ്കപ്പെടുത്തിയ ഹിമിനസിൻ്റെ സെലിബ്രേഷൻ വരെ എത്തി നിൽക്കുന്നു KBFC താരങ്ങളുടെ ഗോൾ ആഘോഷങ്ങൾ. ആരുടെ സെലിബ്രേഷനാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? കമൻറ്റ് ബോക്സിൽ എഴുതൂ.